അപ്പോൾ ഗോവൻ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നിറങ്ങിയത് തിവിങ് റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് നേരെ ബസ്സിന് കയറി മപ്സയിൽ വന്നു. മപ്സയിൽ നിന്ന് ഞങ്ങൾ കല്ലങ്കോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നന്നായിട്ട് കോട വന്നിരിക്കുന്ന ഒരു സമയമാണ്, നല്ല തണുപ്പുള്ള സമയമാണ്. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്തു. ബസ്സിൽ അത്യാവശ്യം തിരക്ക് വരുന്നേ ഉള്ളൂ, കാരണം അതിരാവിലെ ആയതുകൊണ്ട് ജോലിക്ക് പോകുന്നവരുടെ തിരക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സൂര്യപ്രകാശം വീണ്ടും തുടങ്ങിയിട്ടേ ഉള്ളൂ. സൂര്യനെ കുതിച്ച് വരുന്നൊരു സമയമാണ്. നന്നായിട്ട് വെയിൽ കായാനായിട്ടൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ പുറത്ത് നിൽക്കണം നമുക്ക് കാണാം. ബസ്സിലെ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ധാരാളം തെങ്ങുകളുണ്ട്, അതുപോലെ തന്നെ ബിൽഡിങ്ങുകളിൽ വരുന്ന ചെറിയ മാറ്റങ്ങളുണ്ട്. കാരണം പോർച്ചുഗീസുകാരുടെ ഒരു അധിനിവേശം കൊണ്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളുണ്ട് അവിടെ. ആ പഴയ കാലത്തെ മോഡലുകളുള്ള ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ തെങ്ങുകൾ ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബസ്സിൽ ഞങ്ങൾ നേരെ കല്ലൻകോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ കലാങ്കോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ്സിൽ നമ്മൾ കയറി സ്റ്റോപ്പിലേക്ക് എത്തി. നമ്മളിപ്പോൾ റൂമിലേക്ക് പോകാൻ. മോബിനെ എങ്ങനെയുണ്ടായി തണുപ്പൊക്കെ? തണുപ്പൊക്കെ സൂപ്പർ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ തൊട്ടടുത്തൊരു ഹോട്ടൽ കണ്ടു. കഫേ സർവേസ് ഹോട്ടലിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. पूरा टाइम में അപ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും കിട്ടാത്തപ്പോൾ നമ്മൾ ഇറങ്ങി പോവുക. ആകെയുള്ളത് സീറ്റ് ബണ്ടും. ഹോട്ടലിൽ നിന്ന് നമ്മൾ പോകുന്നു, ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ പോകുന്നു. കാരണം അവിടെ നമുക്കുള്ള ഫുഡില്ല. ഇഡ്ഡലി ദോശയൊക്കെ റെഡി ആവണുള്ളൂ, അവിടെ അരയ്ക്കാൻ തുടങ്ങണുള്ളൂ. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഇവിടെ ഫുഡ് ഉണ്ടെന്ന് തന്നെയാണ് നമ്മളൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള കാര്യങ്ങളുണ്ടോ നമ്മളൊന്ന് നോക്കട്ടെ. ട്രെയിനിൽ നിന്ന് ഞങ്ങൾ വേറെ ഫുഡൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ 1-2 റെസ്റ്റോറൻറ്റുകളിൽ കയറിയിട്ട് അവിടെയൊക്കെ ഫുഡ് റെഡി ആവണുള്ളൂ. ഗോവയിലെ രാവിലത്തെ ഭക്ഷണം കൂടുതലും ബണ്ണായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ആർക്കും ബണ്ണൊന്നും വേണ്ടാത്തതുകൊണ്ട് മറ്റെന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓരോ റെസ്റ്റോറൻറ്റിലും മാറി കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ കാണാൻ നല്ല ഭംഗിയായിട്ടാണ് റെസ്റ്റോറൻറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലും കൂടി നമുക്ക് നോക്കിയാൽ മതി. അവരോട് ചോദിച്ചോ എന്തൊക്കെയാ ഉള്ളതെന്ന്? നമുക്കതിൻ്റെ ഇവിടുത്തെ മെനു നമുക്ക് നോക്കാം. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്താ ഇഡ്ഡലി സാമ്പാറിന് എത്ര എഴുതിയേക്കണം? 80 രൂപ. വട സാമ്പാർ 80 രൂപ. അതുപോലെ മസാല ദോശയ്ക്ക് 120 രൂപ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്കാളും ഡബിൾ ചാർജ് അല്ലേ? ഊണിന് 150 രൂപ. എല്ലാത്തിനും ഡബിൾ. ഇവിടുത്തെ ബസ്സിൽ കയറിയിട്ടും എല്ലാത്തിനും ഡബിൾ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴും ഡബിൾ. എല്ലാം ഡബിൾ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. മസാല ദോശയാണ് 4 പേര് ഓർഡർ ചെയ്തത്. എല്ലാവർക്കും മസാല ദോശ മതി എന്നും പറഞ്ഞ് ഓർഡർ ചെയ്തു. പക്ഷേ അവിടെ അത്രയും മസാല ദോശ ഉണ്ടാക്കാൻ രാവിലെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 2 പേർക്ക് പൂരി മസാലയാണ് വന്നത്. ഏറ്റവും കൂടുതലൊരു മല്ലിയുടെ കുത്തേക്കുള്ളൊരു ടേസ്റ്റാണ്, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്.
സാധനം കൊണ്ടുവരുമ്പോഴേ അതിലേക്ക് മേടിച്ചാൽ മതി. അപ്പോൾ എനിക്ക് മസാല ദോശ കിട്ടി. അപ്പോൾ നന്നായിട്ട് ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്. അതിനകത്തിരിക്കുന്ന മസാലയാണ് നമുക്ക് ടേസ്റ്റിന് വ്യത്യാസം വരുത്തുന്നത്. മല്ലിയുടെ ടേസ്റ്റൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലമായി. കേരളത്തിലേക്ക് ഇപ്പോൾ മല്ലിയില്ലാത്ത സാധനങ്ങളില്ല. പക്ഷെ മസാലയിലെ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കയറിയ ഹോട്ടൽ നല്ല വൃത്തിയുള്ളതായിരുന്നു. കാരണം വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. സാധാരണ പല ഹോട്ടലുകളും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈജീൻ അല്ല എന്നൊരു പരാതി പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിന്ന് കയറിയ ഹോട്ടലെല്ലാം നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ 6 പേര് ഫുഡ് കഴിച്ചതിന് ഞങ്ങൾക്ക് 977 രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. മസാല ദോശ 120 രൂപ വെച്ചാണ് അവർ ചാർജ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ റൂമിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കഴിക്കണമെന്നുള്ള നിർബന്ധം പിടിച്ചായതുകൊണ്ട് ഞങ്ങളിവിടെ കയറി. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ പോലെ ഞങ്ങൾ അതിരാവിലെയാണ് കലങ്കോട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോപ്പുകളെല്ലാം തന്നെ തുറന്നു വരുന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുവശങ്ങളിൽ ടാറ്റു സെൻറ്ററുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബീവറേജ് ഷോപ്പുകളും ഉണ്ട്. അതായത് നമ്മളൊരു ചായക്കടയിൽ കയറിയാൽ പോലും അവിടെ ബീവറേജസ് ഐറ്റങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് അവിടെ യാതൊരു പുതുമയില്ല. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കുള്ള നടപ്പിലാണ്. തിരക്ക് കൂടുന്ന സമയം ആവണേ ഉള്ളൂ. ഗോവയിലെ പ്രധാന ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് നമുക്ക് 2 റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത്. ഒന്ന് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ, 2 തിവിം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ മഡ്ഗോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ഭാഗത്താണ് വരുന്നത്. അതുപോലെ തിവിം വരുവാണെന്നെങ്കിൽ നോർത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോർത്തിലേക്കാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഒരു തിരക്കുള്ള സ്ഥലം അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് നോർത്ത് ഭാഗം. അപ്പോൾ അവിടെ നിന്ന് കണ്ട് ഞങ്ങൾ സൗത്തിലേക്ക് വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് ഏറ്റവും ആദ്യം വരുന്ന റെയിൽവേ സ്റ്റേഷൻ മഡ്ഗോണാണ്. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ മഡ്ഗോണിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. തിവിമിലേക്ക് അധികം തിരക്കൊന്നും കാണുന്നില്ല. പക്ഷേ തിവിം റെയിൽവേ സ്റ്റേഷനിലെ ആ തിരക്ക് കുറഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാനായിട്ട് നോർത്ത് ഭാഗത്തേക്ക് എത്തിപ്പെടാനായിട്ടും എളുപ്പമാണ്. ഇരുവശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പാ സെൻറ്ററുകൾ കാണാം. കാരണം അവിടെ നിന്ന് ബീച്ചിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 സൈഡുകളിലായിട്ടും പല ഭാഗങ്ങളിലെ ആളുകൾ ക്യാൻവാസ് ചെയ്യുന്നതിന് ധാരാളം ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലെ തന്നെ ലക്ഷ്യമാക്കി വെച്ച് പോവുകയാണ്. പഞ്ചാബി ഫുഡ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ വിവിധ തരം ഫുഡുകളൊക്കെ കിട്ടുന്ന ഹോട്ടലിൻ്റെയൊക്കെ മുന്നിലൂടെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നേരെ തിരക്ക് വരുന്നേ ഉള്ളൂ. അതിരാവിലെ ആയതുകൊണ്ട് തിരക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.